ലാൽ സലാം ദൃശ്യം 3 ആറാം ദിവസവും തീ പോലെയാണ് ബുക്കിംഗ് നടക്കുന്നത്. മണിക്കൂറിൽ 10,000-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ് ഇപ്പോഴും വിറ്റുകൊണ്ടിരിക്കുന്നത്. ഇത് ആറാം ദിനമാണ്. 150 കോടി നേടിയ ചിത്രമാണ്. അതെ, ഇത് ലാലേട്ടന് മാത്രമേ കഴിയൂ. ഇങ്ങനെ ബോക്സ് ഓഫീസിൽ തീ പടർത്താൻ വേറെ ഒരു നടനും മലയാളത്തിലില്ല എന്ന് തന്നെയാണ് എടുത്തു പറയാനുള്ളത്. അത്രത്തോളം ഭീകരമായിട്ടാണ് ഇപ്പോഴും ബുക്കിംഗ് വരുന്നത്. കഴിഞ്ഞ ദിവസത്തിലും സിനിമയ്ക്ക് 6.5 കോടിയോളമാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടാൻ കഴിഞ്ഞത്. അതെ, 5-ാം ദിനത്തിൽ നിന്ന് സിനിമയ്ക്ക് ഏകദേശം 3,67,000-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ് ആളുകൾ എടുത്തത്. ഇന്ന് ഇതുവരെ 2 ലക്ഷത്തിന് മുകളിലുള്ള ടിക്കറ്റുകളും എടുത്തിരിക്കുന്നു. പ്രീ സെയിലിലൂടെ തന്നെ, അല്ലെങ്കിൽ ഇന്നത്തെ കളക്ഷൻ ഇതുവരെ 3,40,00,000 രൂപ ട്രാക്കിങ്ങിലൂടെയും കടന്നിരിക്കുകയാണ്. ഇതിനോടകം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് മറ്റ് വലിയ രീതിയിലുള്ള ഗംഭീര റെക്കോർഡുകളാണ്. എമ്പുരാൻ്റെ റെക്കോർഡ് വരെയാണ് ഈ ഒരു സിനിമ തീർത്തിരിക്കുന്നത്. അതെ, USA-യിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട മലയാള ചിത്രമാകുന്നു. അത്രത്തോളം ഭീകരമായി 1.1 മില്യൺ ഡോളറാണ് ഈ ഒരു സിനിമ ഇതിനോടകം USA-യിൽ നിന്ന് നേടിയിരിക്കുന്നത്. ഇന്നലെ സിനിമയ്ക്ക് ഇന്ത്യ ബോക്സ് ഓഫീസിൽ നിന്ന് 7,35,00,000 രൂപയോളം നേടാൻ കഴിഞ്ഞു. അതായത് വേൾഡ് വൈഡായിട്ട് സിനിമയ്ക്ക് 10 കോടിക്ക് മുകളിൽ നേടാൻ കഴിഞ്ഞു. ഇന്നലെ കൊണ്ട് 5 ദിനം കൊണ്ട് സിനിമ 150 കോടി കടന്നുവെങ്കിൽ ഇതാ 6-ാം ദിനവും സിനിമ 10 കോടിക്ക് മുകളിലുണ്ടാകുമെന്ന് ഉറപ്പിക്കുകയാണ്. ഇന്നലെ വലിയൊരു ഇടിവുണ്ടായിരുന്നു. കാരണം നമുക്കറിയാം, ഒരു വർക്കിംഗ് ഡേയിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് അതിന് മുമ്പുള്ള ദിവസങ്ങളിൽ 15-16 കോടി നേടുന്ന ഒരു ചിത്രം തീർച്ചയായും വർക്കിംഗ് ഡേയ്സിൽ ഇടിവുണ്ടാകും. ആ ഒരു സ്വാഭാവിക ഇടിവ് അല്ലാതെ വേറെ ഒന്നും ഉണ്ടായില്ല. പല സിനിമകളുടെയും തുടക്ക ദിനത്തെ കളക്ഷൻ, അല്ലെങ്കിൽ ഒട്ടുമിക്ക സിനിമകളുടെയും, പല സിനിമകളെന്നല്ല, ഒരുമാതിരി എല്ലാ സിനിമകളുടെയും ആദ്യ ദിനത്തെ ഒക്കെ കളക്ഷൻ, അല്ലെങ്കിൽ 2 ദിവസത്തെ കളക്ഷനാണ് ഈ ഒരു സിനിമ അങ്ങനെ അടിച്ചിരിക്കുന്നതെന്ന് പറയാം. ഇവിടെ ഇമോഷണലി ആളുകളെ കണക്ട് ചെയ്തു. മോഹൻലാലിൻ്റെ ഗംഭീര പ്രകടനം, അതായത് ഫാമിലി ഓഡിയൻസിൻ്റെ ഇടിച്ച് കയറ്റം, ഇതൊക്കെയാണ് നമുക്ക് തിയേറ്ററിൽ കാണാനുള്ള. അത്ര തീയായിട്ടാണ് ഇന്നലെ കോരിച്ചൊരിയുന്ന മഴയത്ത് ജനങ്ങൾ ഇടിച്ച് കയറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ നാളെയോടെ, അല്ലെങ്കിൽ ഇന്നത്തോടെ 50 കോടിയിലേക്ക് കയറുമെന്നുള്ളത് വരികയാണ്. അതെ, അത്രത്തോളം ഭീകരമായിട്ടുള്ള ഒരു കളക്ഷനാണ് ഈ സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇതിനോടകം തന്നെ ഒരുപക്ഷെ മണിക്കൂറുകൾ, 1-2 മണിക്കൂറിൽ സിനിമ 50 കോടി കേരള ബോക്സ് ഓഫീസിലും തൂക്കാൻ പോവുകയാണ്. അതേപോലെ തന്നെ വേൾഡ് വൈഡായിട്ട്, അല്ലെങ്കിൽ ഇന്ത്യ ബോക്സ് ഓഫീസിലും സിനിമ അതിൻ്റെയൊക്കെ മുകളിലേക്ക് പോയി. വേൾഡ് വൈഡായിട്ട് സിനിമ ഓവർസീസിൽ നിന്ന് മാത്രമേ 100 കോടിയും കടക്കുന്നു. വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ബോക്സ് ഓഫീസ് പവർ വേറെ ഒരാൾക്കുമില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ലാൽ സലാം.